കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു. അവസാനം അഭി ആകെപ്പാടെ പെട്ടുപോയി. അഭിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇനിയിപ്പം നവ്യനെ കയ്യിലെടുക്കണം. നവ്യയെ കയ്യിലെടുക്കാൻ തന്റെ തന്ത്രങ്ങളൊന്നും വിജയിക്കത്തില്ല. അവളോട് സ്നേഹം കാണിക്കണം. സ്നേഹം കാണിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അനഘയുടെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ വലിയൊരു ഭൂകമ്പം തന്നെ കുടുംബത്തിലുണ്ടാവും. തൽക്കാലത്തേക്ക് അവളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് അഭി കിടക്കാനായിട്ട് അങ്ങോട്ട് പോണേ. ആ സമയം നയന എന്ത് ചെയ്യുവാണ്, ഒരു ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ദേവേനെ അങ്ങോട്ടേക്ക് വന്നു. ദേവേനെ വന്നിട്ട് ചല്ല മോൾ ഇതിലായിട്ടും കിടക്കാൻ പോയില്ലെന്ന് ചോദിക്കാം. ഇല്ലമ്മേ, ഒന്ന് ഡിസൈനും കൂടെ ചെയ്യാനുണ്ടെന്ന് പറയണം. ആഹാ, ഇത് കൊള്ളാം. ഈ സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. മോള് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം. അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പം നാളെയൊക്കെ ആകുമ്പത്തേനും തിരക്കളും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ലേ. നവ്യേച്ചിയുടെ ചടങ്ങൊക്കെയല്ലേ. ആ സമയത്ത് ഇതിനുള്ള സമയമൊന്നും കാണത്തില്ല എന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ലാന്നേ. ഇപ്പൊ ഒരു ദിവസം വരച്ചില്ല എന്ന് ഓർത്ത് ഒന്നും ആരും ഒന്നും പറയാനൊന്നും പോകുന്നില്ല. പിന്നെ ഉറക്കൊന്നും ഇളക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളാക്കി വെച്ചിട്ടുണ്ടെങ്കിലോ. പിന്നെ ഒരു കാര്യങ്ങളേ ഉണ്ട്. അതെ, ചേച്ചിയുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയി 7-ാം മാസം. അതിനു മുമ്പ് കല്യാണം കഴിഞ്ഞാണ് എന്റെ ആദർശിന്റെ മോളുടെ. ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹമില്ലെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, അത് പിന്നെ എനിക്കറിയാം മോളെ. ഏത് സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരമ്മയാകുക, ഒരു കുഞ്ഞിനെ പ്രസവിക്കാന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരിക്കും. അപ്പൊ അത് സാധിക്കാതെ ഒന്നിയുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. എനിക്കറിയാം മോൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന്. മോൾക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, എനിക്ക് കുഞ്ഞുങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമെന്ന് പറയണം. എങ്കിൽ പിന്നെ എന്തിനാ താമസിക്കണേ? എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞ് വേണ്ടേന്ന് ചോദിക്കുക. അതോ ഇനിയിപ്പം നിങ്ങൾ കുഞ്ഞിനെ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല അമ്മയെന്ന് പറയാ. എന്നാ പിന്നെ എന്തിനാ അമ്മാന്തിക്കണേ? എത്രയും പെട്ടെന്ന് അതിന് വേണം തയ്യാറെടുപ്പുകളൊക്കെ നടത്തുക. പിന്നെ ഒരു പേരക്കുഞ്ഞിനെ വേണമെന്ന് എനിക്കും ആഗ്രഹമില്ലേ. എനിക്കും കുഞ്ഞിനെ കൊഞ്ചിക്കാനായിട്ട്. അത് മോളുടെ ആദർശിന്റെ ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതിനേക്കാളുപരി ഞാൻ നോക്കിയിട്ട് ഒരു മാർഗം മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചല്ലെങ്കിൽ മോളോട് എനിക്ക് സ്നേഹമുണ്ടെന്ന് അറിയിക്കാനായിട്ട് പറ്റിയൊരു അവസരമാണത്. മോള് ഗർഭിണിയാന്ന് അറിഞ്ഞു കഴിയുവാണെങ്കിൽ ഞാൻ എനിക്ക് സ്നേഹം കാണിക്കാലോ. അപ്പൊ എല്ലാരും വിചാരിച്ചോളും ഗർഭിണി ആയതുകൊണ്ട് ഞാൻ സ്നേഹം കാണിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ കള്ളത്തരത്തിന്റെ കാര്യമൊന്നും വരത്തില്ല. ഒളിച്ചുകളിയുടെ ആവശ്യം വരത്തില്ലോ. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വരദാനമല്ലേ അമ്മേ. അത് ദൈവം തരുന്ന പോലെയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ നയനെ ഉപദേശിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞു വേണമെന്ന് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയാണ്. പിന്നീട് നയന മുറിയിലേക്ക് പോവാണ്. നയന ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് ചോദിച്ചാൽ, അല്ല ഇത്ര സമയം നീ ഇത് എവിടെയാണെന്ന് ചോദിക്കുക. അത് പിന്നെ എനിക്കൊരു ഡിസൈൻ വരയ്ക്കാനുണ്ടായിരുന്നു ആദർശേട്ടാ. അതെ, ഈ രാത്രിയിലുള്ള ജോലിയൊന്നും വേണ്ട കേട്ടോ, ഉറക്കളച്ച് ഇരുന്നോളെ. ഏതോ വലിയ കമ്പനി ജോലിക്ക് പോയേക്കുന്ന പോലെയാണല്ലോ. ഇത് നമ്മുടെ സ്വന്തം സ്ഥാപനമാണ്. നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ ജോലി ചെയ്താൽ മതി. അല്ല നീ ഇങ്ങനെ രാത്രി ഉറക്കളച്ചിരുന്ന് ഇങ്ങനെ വരയ്ക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയാം. അത് പിന്നെ ആദർശേട്ടാ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം. എനിക്കറിയാം, നിന്റെ മനസ്സ് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് പറയാണ്. പിന്നീട് അങ്ങനെ അവർ കയറിയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ആദർശ് പറഞ്ഞു, ഇപ്പോഴും അമ്മ നിന്നെ അംഗീകരിച്ചില്ല, അതിന്റെ എനിക്ക് വിഷമമാണെന്ന് പറയാ. ഇത് കേട്ടപ്പോൾ നായർ പറഞ്ഞു, അതൊന്നും സാരമില്ല ആദർശേട്ടാ, അമ്മയുടെ മനസ്സൊക്കെ മാറുന്ന സമയം വരുമെന്ന് പറയാ. എങ്ങനെ അമ്മയുടെ മനസ്സ് മാറണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ. നീ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ഒരു കുഞ്ഞ് പിറക്കുവാണെങ്കിൽ ഒരു പക്ഷേ അമ്മയ്ക്കും മാനമാറ്റം ഉണ്ടാവും. ഇപ്പൊ തന്നെ കണ്ടില്ലേ നവ്യയുടെ അമ്മയുടെ മാറ്റത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടില്ലേ. നവ്യ വീട്ടിൽ പോകാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നില്ലേ. അതെന്തുകൊണ്ടാ? നവ്യയുടെ വയറ്റൊരു കുഞ്ഞുള്ളതുകൊണ്ട് അറിയാവുന്നതുകൊണ്ടല്ലേ. നിന്റെ ചേച്ചിയുടെ വയറ്റൊരു കുഞ്ഞുള്ളതുകൊണ്ട് ഈ പറയുന്ന അപ്പച്ചി പോലും തിരിഞ്ഞു നോക്കുന്നില്ല. പക്ഷെങ്കിൽ അമ്മ അങ്ങനെയല്ല. കുഞ്ഞുള്ളതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര കാര്യം നിന്റെ ചേച്ചിയോട്, ശരിയല്ലേ എന്ന് ചോദിക്കണം. അത് ശരിയാ, അതാ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ നിന്റെ വയറ്റിലൊരു കുഞ്ഞ് പറഞ്ഞറിഞ്ഞാൽ അമ്മയ്ക്ക് സന്തോഷമാവെന്ന് പറയാം. എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ നോക്കുന്നതല്ല നല്ലതെന്ന് ചോദിക്കും. അത് പിന്നെ ആദർശേട്ടാ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോന്ന് ചോദിക്കും. തെറ്റൊന്നുമില്ല, പിന്നെന്താ കുഴപ്പം? അങ്ങനെ ചെയ്താൽ പോരെന്ന് ചോദിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞു വേണം, അതെന്റെ ആഗ്രഹമാണെന്ന് പറയണേ. എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാളായല്ലേ. അതിന് ശേഷമല്ല നവ്യയുടെയൊക്കെ കല്യാണം കഴിഞ്ഞേ. പക്ഷെ അവർക്കാണ്ടേ കുഞ്ഞു പിറക്കാൻ പോവാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു, നയന പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല ആദർശേട്ടാ. ആദർശേട്ടൻ്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ എനിക്ക് കുഴപ്പമില്ല. എനിക്കും ആഗ്രഹമുണ്ട്, കുഞ്ഞു വേണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്ന് പറയണം. ഈ സമയം ദേവേനെ മുറിയിലേക്ക് പോയി. ദൈവമേ, എങ്ങനെയെങ്കിലും അവർക്കൊരു എത്രയും കുഞ്ഞു പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ തനിക്ക് ഒളിച്ചുകളിയുടെ ഒന്നും ആവശ്യം വരത്തില്ലായിരുന്നു. അപ്പോഴേക്കും ജയൻ ചോദിച്ചു, എന്താ ദേവേനെ ഭയങ്കര ആലോചനയാണല്ലോ എന്ന് പറയണേ. ഒന്നുമില്ല എന്ന് പറയും. എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്തോ കടന്നു കൂടിയിട്ടുണ്ടല്ലോ. ഇനിയിപ്പം ആ നയനമോളെ ഇവിടുന്ന് എങ്ങനെ ഓടിക്കാന്നുള്ള ആണോന്ന് ചോദിക്കണം. ദേ ചേട്ടാ, വെറുതെ ഓരോന്ന് പറയരുത് കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലെന്ന് പറയാം.
നിന്റെ സ്വഭാവമായതുകൊണ്ട് പറയാൻ പറ്റില്ല. നീ ഇതല്ല ഇതിനപ്പുറം ചെയ്യുന്നു പറയണം. പിന്നെ ഞാനിപ്പോൾ അങ്ങനെയൊന്നും അല്ലാന്ന് പറയാം. പിന്നെ ഇത് എന്നെ പറഞ്ഞ് നീ ബോധ്യപ്പെടുത്തണം. എനിക്കറിയാലോ. കഴിഞ്ഞ ദിവസം കൂടെ നീ അവളെ ഇട്ട് കുറ്റപ്പെടുത്തുന്ന ഞാൻ കണ്ടല്ലേ എന്ന് പറയാം. ഇത് കേട്ടൻ ദേവേന്റെ മനസ്സിൽ പറഞ്ഞു, പിന്നെ കുറ്റപ്പെടുന്ന ഏട്ടൻ കണ്ടുപോലും. അത് എല്ലാവരും കാണൊക്കെ ഞാൻ അങ്ങനെ പലതും ഇറക്കിയെന്നിരിക്കും. അതൊക്കെ കേട്ട് ജയേട്ടൻ വിശ്വസിക്കുകയൊന്നും വേണ്ട. നിങ്ങളെല്ലാവരും സത്യം തിരിച്ചറിഞ്ഞ ഒരു ദിവസം വരും എന്നൊക്കെ ദേവേനും മനസ്സിൽ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ അന്നാണ് നവ്യയുടെ ചടങ്ങ്. അപ്പം ചൈരങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അബിയുടെ ഫോണിലേക്ക് കോള് വരുവാണ്. അബി നോക്കിക്കഴിഞ്ഞപ്പോൾ അനഘിയ, ഇവിടെ എന്തിനാ ഈ സമയത്ത് വിളിക്കണ പോലും? ആകെപ്പാ ടെൻഷനായി. പെട്ടെന്ന് അബി ചാടി കോളെടുത്ത്, എന്താ അനഘ എന്താ വിളിച്ചതെന്ന് ചോദിക്കുക. എനിക്ക് നിന്നെ ഇപ്പൊ കാണണമെന്ന് പറയാം. ഇപ്പൊ കാണാനോ? ദേ ഇന്നിവിടെ ചടങ്ങ് നടക്കുക, വരാൻ പറ്റില്ലെന്ന് പറയാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ വരുന്നില്ലയോ? ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് പറയണം. അറിയാലോ ഞാൻ അനന്തപുരിയിലേക്ക് വന്നാൽ പിന്നെ എന്താ സംഭവിക്കുന്നുള്ളേ? പെട്ടുപോയി അബി. പോവാതിരിക്കാനും പറ്റില്ല, പോകാനും പറ്റില്ല. പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങോട്ട് കയറി വരും. അതോടുകൂടി തന്റെ ചീട്ടുന്നത്ത് കീറും. ഇനിയിപ്പോൾ പറ്റില്ല. എങ്ങനെ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് പോയാൽ മതിയുള്ളൂ. പിന്നീട് അബി പറഞ്ഞു, ശരി ഞാൻ വരാമെന്ന് പറയാണ്. അങ്ങനെ ചെല്ലേണ്ട സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം അബി പെട്ടെന്ന് ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നബി വന്നിരിച്ചു, അല്ല ഇതെങ്ങോട്ടാ അബി പോണേന്ന് ചോദിക്കണം. അത് പിന്നെ ഞാൻ പുറത്തു വരെ പോവാന്ന് പറയണം. എന്താ ഇന്നെന്താ പുറത്തു പോണേ? ഇന്ന് ചടങ്ങിന്റെ ദിവസമല്ലേ? കുറച്ച് കഴിയുമ്പോൾ അച്ഛനും അമ്മയൊക്കെ വരും. എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുന്ന ദിവസമല്ലേ? ഈ സമയത്ത് പുറത്ത് പോകേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കും. എന്തെങ്കിലും അത്യാവശ്യം വാങ്ങാനുണ്ടോന്ന് ചോദിക്കുക. ദൈവമേ ഇവിടെ സോപ്പിട്ട് നിന്നേ മതിയാവുള്ളൂ. വാങ്ങാനുണ്ടെന്ന് പറയണം. ഈ സമയം നബിയോട് തനിക്ക് എന്തെങ്കിലും വാങ്ങാൻ പോകുന്നതാണ്. അതൊക്കെ ഉണ്ട്, അതൊക്കെ സർപ്രൈസാ, വരുമ്പം കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അബി അങ്ങോട്ടേക്ക് പോവാം. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. ഇനി തിരിച്ചു വരുമ്പോൾ ഇവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി, അല്ലെങ്കിൽ പണി വാളും എന്നുള്ള കാര്യം ഓർമ്മയായി. ആ സമയം നബി വിചാരിച്ചെന്താ തനിക്ക് വേണ്ടി എന്തോ വാങ്ങിക്കാൻ പോയതാ. ഒരു പക്ഷെ തന്നോട് ഇച്ചിരി സ്നേഹമൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ടാണോ എന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നീട് അബി നേരെ അനഘേനെ കാണാനായിട്ട് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനഘ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അബി, എത്രയും പെട്ടെന്ന് തന്നെ നീ എന്റെ കഴുത്തിലൊരു മിന്നു കെട്ടണമെന്ന് പറയണേ. മിന്നു കെട്ടാനോ? അതെ. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? അച്ഛനല്ലാതെ ഒരു കുഞ്ഞിനെ കൂടെ ഞാൻ എത്ര കാലം ജീവിക്കാൻ പറ്റും? പോരാത്തൊരു മോള്. മോളോ? അതെ, നമുക്കുള്ളൊരു മോളാന്ന് പറയണം. ഞാൻ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഭയന്നുള്ള ചോദ്യത്തെയൊക്കെ ഭയന്നിട്ടാണ് വേറൊരു വാടക എടുത്ത് താമസിക്കുന്നത്. എത്ര കാലം അവിടെ കഴിയാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. അതിനു മുമ്പ് അബി എന്റെ കഴുത്തിൽ താലി അർത്തണമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ അബി പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല എന്റെ അവസ്ഥ എന്താന്ന്. അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ലെന്ന് പറയണം. നീ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് എന്റെ കുഞ്ഞിന്റെ അച്ഛനെയാ വേണ്ടേന്ന് പറയാം, അല്ലാതെ സ്വത്തോ പണോ ഒന്നും അല്ലെന്ന് പറയണം. അബി പറഞ്ഞു, എന്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കുക. എന്തവസ്ഥ? അത് പിന്നെ ഞാൻ പറഞ്ഞില്ല, കല്യാണം കഴിച്ചു, എന്റെ ഭാര്യ പ്രഗ്നന്റ് കൂടെ ആന്ന് പറയണു. ഓഹോ, അപ്പൊ അതിന്റെ ഇടയ്ക്ക് അത് നടന്നില്ലേ? അപ്പൊ നീ എന്നെ വഞ്ചിക്കുന്നതിൽ ഒന്നാമത് നിൽക്കുമായിരുന്നില്ലേ? എനിക്കറിയാടാ നീ ഇതൊക്കെ ചെയ്യുമായിരുന്നു. എന്നാലും ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്നെ സ്നേഹിച്ച് വഞ്ചിച്ച് എന്റെ വയറ്റിലൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് നീ അടുത്തവളെ തേടിപ്പോയില്ലേ? നിനക്ക് എങ്ങനെ സാധിക്കുന്ന അബി? എനിക്കറിയായിരുന്നു നീ ഒരു ഫ്രോഡാന്ന്. പക്ഷെ ഇത്രയ്ക്ക് നീ ചതിയെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ നീ എന്റെ കഴുത്തിൽ താലി അടത്തണം, എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമെന്നും പറഞ്ഞുകൊണ്ട് അനക്ക് അങ്ങോട്ട് പോവാണ്. ഇടിവെട്ടേറ്റ പോലെ അവസ്ഥയിൽ അബി നിൽക്കുകയാണ്. ആ സമയം നവ്യയുടെ അടുത്തേക്ക് നയന വന്നു. നയന വന്നിട്ട് ചോദിച്ചു, അല്ല അബിയേട്ടൻ എന്തേന്ന് ചോദിക്കണം. അബിയേട്ടൻ പുറത്തു വരെ പോയിക്കുക. ഇതെന്താ ഈ സമയത്ത്? ചേച്ചിയുടെ ചടങ്ങാന്നുള്ള കാര്യം അറിയില്ലേന്ന് ചോദിക്കുക. അതൊക്കെ അറിയാം, എന്തോ വാങ്ങാനാണെന്ന് പറഞ്ഞുകൊണ്ടാ പോയത്. ഇതിലായിട്ടും വന്നില്ല, ഇപ്പൊ തന്നെ വരുമായിരിക്കും എന്ന് പറയണം. അപ്പോഴേക്കും മുത്തശ്ശി വന്നിട്ട് അബിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അബി പുറത്തു പോയിക്കോന്ന് പറയണേ. എല്ലാവരും നവ്യനെ ചീത്ത പറഞ്ഞു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അവനെ അറിയത്തില്ലാഞ്ഞിട്ടാണോ അവന് പോയത്? മോൾക്ക് എങ്ങനെ പറയാൻ മേലായിരുന്നു എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് നവ്യ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബി നിൽക്കുന്നു മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവന്റെ ഇഷ്ടമല്ലേ, എല്ലാത്തിനും സപ്പോർട്ടായിട്ട് അവന്റെ അമ്മയില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോണ്ട് വന്ന് ജലജ പറഞ്ഞു, അതെ അതെ, എന്ത് വന്നാലും എന്റെ തലയിലേക്ക് അങ്ങോട്ട് കുറ്റം ചാരി വെച്ചാൽ മതി, ഞാനാണല്ലോ ഇവിടുത്തെ തെറ്റുകാരി. ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ജലജയെ നീ തെറ്റുകാരിയാന്നല്ല പറഞ്ഞേ, അവന് വളം വെച്ചു കൊടുക്കാൻ നീയാണ്. അവൻ എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും അതിനെല്ലാം നീ കൂട്ടു നിൽക്കും. മോനെ പറഞ്ഞ് തിരുത്തേണ്ട ആള് നീയല്ലായിരുന്നോ? അതുകൊണ്ടാണ് നിന്നോട് ഇങ്ങനെ പറയണേ, അല്ല നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല, അത് നീയാണ് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ പറയാം. ജലജയ്ക്ക് അതോടെ കേട്ടിഞ്ഞപ്പോ നല്ല ദേഷ്യമായി. ഇവളെങ്ങനെയല്ലെന്ന് പോയാൽ മതിയായിരുന്നു. ഇവള് പോകുവാണെങ്കിൽ മനുഷ്യന് കുറച്ച് സമാധാനം കിട്ടിയാണ്. ഇവള് കാരണം ഉള്ള സമാധാനം കൂടെ നഷ്ടപ്പെട്ട അവസ്ഥയാണ് എന്നൊക്കെ വിചാരിക്കുകയാണ്. ആ സമയം കനകയും ഗോവിന്ദനും ഒക്കെ അനന്തപുരിയിലേക്ക് വരാനായിട്ട് റെഡിയാവുകയാണ്. പലഹാരങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. പിന്നീട് ഗോവിന്ദനോട് പറഞ്ഞു, ഇന്നത്തോട് കൂടിയിട്ട് ദേവേനയുടെ നയനമോളുടെ കാര്യത്തിനൊരു തീരുമാനമാവെന്ന് പറയണം. അല്ല നീ അതന്നെ ചെയ്യാൻ തീരുമാനിച്ചു നിൽക്കും, പിന്നല്ലാതെ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. കണ്ടോ, രണ്ടത്ര കള്ളത്തരം ഇന്നത്തോടു കൂടി ഞാൻ പൊളിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്
അങ്ങനെ ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് അനന്തപുരിയിലേക്ക്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.